കൂടെ ചേരുന്നുണ്ട്. വലിയ സന്തോഷമുണ്ട്. ജപ്പാനിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് മുഹമ്മദ് ഷമീർ. അതെ, നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷമീർ ഭായ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അൽഹംദുലില്ലാ, സുഖം. സുഖമാണോ? എന്തൊക്കെയാണ് അതെ ജപ്പാനിൽ? ഇവിടെ ഇരിക്കുന്ന ആളുകൾ ആരെങ്കിലും പരിചയമുണ്ടോ? അതെ, നസ്രുല്ലാ സ്വലാഹിയുടെ സംസാരം കേട്ടു ഞാൻ. ഞാൻ ആ മുഹമ്മദ് ഷമീർ എന്ന് കേട്ടപ്പോഴേ ആ ആ അപ്പോൾ ഇതിൽ സ്ക്രീനിൽ നമ്മൾ കണ്ടപ്പോഴാണ് ഞാനൊന്ന് ജസ്റ്റ് എൻ്റെ കണ്ണുകൊണ്ട് നെട്ടുക എന്നൊക്കെ പറയില്ലേ, ആ ഞെട്ടിക്കലിൻ്റെ ഞെട്ടിക്കല്ലേ ഇരുന്നുണ്ടായിരുന്നല്ലേ? ഞാനൊരിക്കലും പുള്ളിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഏതായാലും അൽഹംദുലില്ലാ, നല്ലൊരു ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ സാധിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷം. അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷമായി തോന്നുന്നു നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ട്. ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ടോ മറ്റോ ആണെന്ന് തോന്നുന്നു കണ്ടത്. ഇനി അതിന് ഈ അക്രോസ് ദ വേൾഡിൽ തന്നെയാണോ നമ്മൾ സംസാരിച്ചത്, അതും എനിക്കറിയില്ല. ഇല്ല ഇല്ല, ഞാൻ ഇതൊരിക്കലും അക്രോസ് ദ വേൾഡ് വന്നിട്ടില്ല. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ പിന്നെ നമുക്ക് ചോദ്യം ചോദിച്ച് തുടങ്ങാം. അതെ 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 അതെ, ചോദ്യം ചോദിക്കണ പുള്ളിക്ക് പേടിയാണ്. അപ്പോൾ ചോദ്യം ചോദിക്കലല്ല, അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. എന്തായാലും പീസ് റേഡിയോ ശ്രോതാക്കൾ ലൈവായിട്ട് നമ്മളെ ഈ ഒരു പ്രോഗ്രാം കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയ കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷത്തേക്കാളൊക്കെ ഉള്ളൊരു പ്ലസ് പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയ അനുഭവം കൂടെയാണ് ഇൻഷാ അല്ലാ. അല്ല, ഈ ജപ്പാനിൽ എങ്ങനെ എത്തിയത്? അതെ, ഞാൻ ഇവിടെ ഒരു ടെക്നോ പാർക്കിൽ തിരുവനന്തപുരത്തിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അവിടെ നിന്ന് ഞാനൊരു ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടി. ഒരു 3 മാസം ഞാൻ ജപ്പാനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം തിരിച്ചു വന്ന് ഞാനിങ്ങനെ ജോബ് സെർച്ച് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ജപ്പാനിൽ 1-2 ഓപ്പർച്യൂണിറ്റി കണ്ടു. അങ്ങനെ അപ്ലൈ ചെയ്തു. അങ്ങനെ ഡയറക്റ്റ് അവിടെ ഒരു കമ്പനിയിൽ കിട്ടി. അങ്ങനെ പോയതാണ്. വേണമെങ്കിൽ ഷമീർ ഭായിക്ക് നാട്ടിലെ എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ പരിചയപ്പെടുത്താം. ശേഷം ഞാനിപ്പോ ഉള്ളത് നാട്ടിലാണ്. റമദാൻ നാട്ടിലെത്തി. എന്റെ സ്വന്തം സ്ഥലം ആറ്റിങ്ങിലാണ്. അവിടെ വെച്ചിട്ടാണ് നസ്രുല്ലാ സ്വലാഹിയായിട്ട് പരിചയം. പിന്നെ ഇപ്പം താമസിക്കുന്നത് കൊല്ലത്താണ്. മാഷാ അല്ലാ. ഞങ്ങൾ കുറച്ച് കാലത്ത് പരിചയമൊന്നുമല്ല, ഒരുപാട് കാലത്ത് പരിചയമുണ്ട്. തിരുവനന്തപുരത്തെ ജീവിതാനുഭവങ്ങളിലേക്ക് ഓർക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെ അത് നമുക്ക് ഈ സമയം ഇവിടെ മതിയാവില്ല, തറാവി കഴിയും. പിന്നെ ഓക്കെ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഇനി എപ്പോഴാണ് തിരിച്ചു മടക്കം അങ്ങോട്ട്? ഞാനൊരു റമദാൻ കഴിഞ്ഞിട്ടാണ്. റമദാൻ കഴിഞ്ഞിട്ടാണ്. ഇപ്പം റമദാൻ തൊട്ട് മുമ്പാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നാട്ടിലാവാന്ന് വിചാരിച്ച് വന്നാണ്. അതെ അതെ, ഞാനിപ്പം പോയിട്ട് ഏകദേശം 8 വർഷം ആവുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ചൊന്ന് ഫാമിലിയുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് 3 മാസത്തെ ഒരു ഫാമിലി കെയർ ലീവ് ഉണ്ട് അവിടെ. അങ്ങനത്തെ ഒരു ലീവ് എടുത്തിട്ട് വന്നതാണ്. ഒരു 3 മാസം ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പൊ വന്നിട്ടൊരു മാസമായി. അപ്പൊ അവരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ലേ? അവിടെ ഉണ്ടായിരുന്നു അവര്, പിന്നെ അവര് തിരിച്ചു. അതെ അതെ. ഇപ്പോൾ ജപ്പാൻ എന്ന് പറയുമ്പോഴേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് നിങ്ങൾ ജപ്പാൻ എന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്കതൊരു ഒരു ബോളാണ്. അപ്പോൾ ജപ്പാനിൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്കേ പറയാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ശ്രോതാക്കളായിട്ടുള്ള ആളുകളിൽ മിക്കവാറും അവിടെ വരികയോ കാണുകയോ അവിടെ ജോലി ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവാം. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൂടി കണ്ടുമുട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ. ജപ്പാനിൽ എവിടെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. ജപ്പാനിൽ ഞാൻ നിഷിക്കസായി എന്ന് പറയുന്നത് ടോക്കിയോയിൽ തന്നെയാണ്. നിഷിക്കസായി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അതായത് നിഷിക്കസായി എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റിൽ ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ജാപ്പനീസുകാരുടെ ഇടയിൽ തന്നെ ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഒരുപാട് ഇന്ത്യക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഇന്ത്യക്കാരായിട്ടുള്ള മുസ്ലിങ്ങളാണ് കൂടുതലും ഉള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ അടുത്ത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ട് ജപ്പാനിൽ പാലക്കാട് അതുപോലെ അങ്ങനെ എന്തോ മലയാളത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ്. അതങ്ങനെയല്ല, അതൊരു മ്യൂസിയം പോയൊരു സ്ഥലത്ത് നമ്മുടെ പല നാട്ടിലുള്ള വീടുകള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവര് കേരളത്തിലെ നമ്മുടെ പഴയ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പാലക്കാടൻ ഒരു പാലക്കാടൻ അതേപോലെ തന്നെ ഇവിടുന്ന് മണ്ണും ഇതൊക്കെ കൊണ്ടുപോയി അതുപോലെ നിർമ്മിച്ചതാണ്. അതെ 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 അതെ. ശരി. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു പിന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ മലയാളത്തിലൊക്കെ പാലക്കാട് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെ, ഞാനും വീഡിയോയിൽ കണ്ടിട്ടേ ഉള്ളൂ, ഒരിക്കലും പോകാൻ കിട്ടിയിട്ടില്ല. അവിടുത്തെ നമ്മുടെ ഇപ്പോൾ ദൈനംദിന എല്ലാ സമയങ്ങളിലും ഇപ്പോൾ ഇവിടുത്തെ പോലെ തന്നെയാണോ അവിടുത്തെ ദൈനംദിന ശൈലി, അതെങ്ങനെ ജീവിത ശൈലികളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയാനൊരു താല്പര്യം ഉണ്ടാവും. പ്രത്യേകിച്ച് എനിക്കുണ്ട്, ഒപ്പം നമുക്ക് അവിടെ വരാൻ പോലും താല്പര്യമുണ്ട്. അപ്പോൾ എന്താണ് അവിടുത്തെ ജീവിതശൈലിയെക്കുറിച്ച് പൊതുവേ ഒന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്?
ജീവിതശൈലി പൊതുവേ ആം, സാധാരണ ഞങ്ങളൊക്കെ ഓഫീസിൽ പോകുന്നത് കൊണ്ട് അങ്ങനത്തെ ഉള്ള ഒരു ജീവിതശൈലിയാണ് ഫോളോ ചെയ്യുന്നത്. ആ ആ ആ രാവിലെ നമ്മൾ പള്ളി തൊട്ടടുത്ത് തന്നെ ഉണ്ട്, ഏകദേശം ഒരു നടന്നു പോകാൻ പറ്റുന്ന ദൂരത്തിൽ തന്നെ പള്ളിയുണ്ട്. ഉം, അപ്പോൾ ഉം. രാവിലെ പള്ളിയിൽ പോകും. ആ, അത് കഴിഞ്ഞ് ഓഫീസിൽ കുറച്ച് ഈ കോവിഡിന് ശേഷം കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഓഫീസിൽ. നമ്മൾ ഡെയിലി പോവേണ്ട ആവശ്യമില്ല, 3 ദിവസം പോയാൽ മതി. ഉം, ഉം, പിന്നെ രാവിലെ നമുക്ക് വീട്ടിൽ നിന്ന് ലോഗിൻ ചെയ്യാൻ പറ്റും. ആ, ഒരു 11 മണിക്ക് മുമ്പ് ഓഫീസിൽ എത്തിയാൽ മതി. അതെ. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു പോകും. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് കടന്നു പോകുന്നുണ്ട് ഓരോ ദിവസവും. ആ ആ ആ ഓഫീസ് ഡ്യൂട്ടി ആകുമ്പോൾ ഉണ്ടാകുന്ന ഇനി എവിടെയാണെങ്കിലും അല്ലേ, കുറച്ച് പൊതുജനങ്ങളോട് മിങ്കിളാവാൻ കുറച്ച് ടൈം എടുക്കുന്നൊരവസ്ഥ ഉണ്ടാവും. അതിന് വേണമെങ്കിൽ അതെ. നിങ്ങൾക്ക് ഫുൾ ടൈം എനിക്ക് തോന്നുന്നു ജപ്പാനിലൊരു ഫുൾ ടൈം ഹോളിഡേയ്സ് ഇല്ല എന്ന് തോന്നുന്നു. അങ്ങനെ എന്ത് ഉണ്ടോ? ഉണ്ട്, ഹോളിഡേയ്സ് ഒരുപാടുണ്ട്. ഉണ്ട്. ഹോളിഡേയ്സ് ഒരുപാടുണ്ട്. ഓക്കെ. അങ്ങനെയല്ല, പിന്നെ ഈ ആ, ഒരു ഇന്ത്യൻസ്. വേറെ കാര്യം ആ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഓഫീസിൽ പോയാൽ നമുക്ക് അവിടെ ലഞ്ച് അവിടെ തന്നെ ഉണ്ട്. ആ അപ്പൊ ഏകദേശം ഒരു 10-200ഓളം മുസ്ലിംസ് തന്നെ ഉണ്ട് നമ്മുടെ ഓഫീസിൽ. മാഷാ അല്ലാ. ആ ആ ആ അപ്പോൾ അവർക്കായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഹലാൽ കൗണ്ടർ ഉണ്ട് അവിടെ. ഹലാൽ ഫുഡിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടൊരു കൗണ്ടർ ഉണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് പ്രെയർ സ്പേസ്, അതിനുവേണ്ടി നമുക്കൊരു റൂം, പ്രെയർ സ്പേസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഒതുവെടുക്കാൻ ഒരു പ്രത്യേകം സ്ഥലം നമുക്ക് സൗകര്യപ്പെടുത്തി തന്നിട്ടുണ്ട്, കാലൊക്കെ കഴുകാനായിട്ട്. ഓക്കെ. അപ്പോ അങ്ങനെ ഒരു മുസ്ലിം ഫ്രണ്ട്ലി ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പൊതുവേ ജപ്പാൻ നമുക്ക് മുസ്ലിം ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ പറ്റും. ഇപ്പം ഇന്ത്യൻസ് ഒരുപാടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പം കൂടുതലും നോർത്ത് ഇന്ത്യൻസ് അങ്ങനെയുള്ള ആളുകളായിരിക്കണം. പിന്നെ മലയാളികളുടെ സാന്നിധ്യം, മലയാളികൾ കൂടുതലുണ്ടോ അതോ കുറവാണോ? മലയാളികൾ കുറവാണ്, പൊതുവേ കുറവാണ്. ഈ IT-യുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എത്തിയിട്ടുള്ള ആളുകളാണ് കൂടുതലും. ഉം. പിന്നീട് അല്ലാതെ വളരെ അപൂർവം ആളുകളെ ഉള്ളൂ. ഇന്ത്യക്കാർ തന്നെ പൊതുവേ കുറവാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശികളെയും അതുപോലെ തന്നെ പാകിസ്ഥാനൊക്കെ നമ്മൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാർ കുറവാണ്. കുറവാണ്. തന്നെ മലയാളികൾ വളരെ കുറവാണ്. മലയാളികൾ വളരെ കുറവാണല്ലേ. അതെ. പിന്നെ അതിൻ്റെ കാരണം എന്തായിരിക്കും? കാരണം മലയാളികൾ കുറവായി എന്ന് പറയുന്ന വലിയ അത്ഭുതമാണെന്ന് തോന്നുന്നു. കാരണം മലയാളികൾ അത് ഇല്ലാത്ത സ്ഥലം. പൊതുവെ ഇന്ത്യക്കാർ തന്നെ കുറവാണ്. ഇന്ത്യയും ജപ്പാനും തമ്മിൽ അങ്ങനെ ഒരു അധികം വലിയൊരു റിലേഷൻ ഇല്ലായിരുന്നു. ഇപ്പൊ അടുത്താണ് റിലേഷൻ തുടങ്ങിയത്. അതെ. അവിടെ കൂടുതലും അതാണ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ആളുകൾ, സാധാരണക്കാർ ഒരുപാട് പേരുണ്ട്. IT അല്ലാതെ തന്നെ സാധാരണക്കാർ കാർ ബിസിനസ്സും അങ്ങനെ പണ്ടേ അവിടെ എത്തിപ്പെട്ട് പല ബിസിനസ്സുകൾ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉം, ഉം, ഉം. അവിടെ ഈ കാർ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ ഓപ്ഷൻ സെന്ററുകളുണ്ട്. നമ്മളിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ആ ഓപ്ഷൻ സെന്ററിന് അകത്ത് തന്നെ ഇതുപോലെ ഹലാൽ ഫുഡും അതുപോലെ നമസ്കരിക്കാനുള്ള വലിയ സൗകര്യം, വലിയ ഓപ്ഷൻ സെന്ററാണ്, വലിയ സൗകര്യങ്ങൾ അവരവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം അത്രയും എന്താണ് ബംഗ്ലാദേശികളും പാകിസ്ഥാനികളൊക്കെ ഈ ഫീൽഡിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ ഈ ഓരോ രാജ്യം ഓരോ സമൂഹത്തിനെയും പ്രതിനിധീകരിക്കുന്നത് പറയാറുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ യൂറോപ്യൻസിനെ നമ്മൾ അറിയാം പൊതുവെ. അതുപോലെ ജപ്പാനീസ് പറഞ്ഞാൽ സമൂഹത്തെക്കുറിച്ച് നോക്കുമ്പോൾ അവരൊരു പൊതുവെ ഭയങ്കര സിൻസിയറായിട്ടുള്ള ആൾക്കാരാണ്. പൊതുവെ കുറ്റകൃത്യങ്ങളൊക്കെ കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് നിങ്ങളതിനെ നോക്കിക്കാണുന്നത്? അവിടെ ഒരു ഇസ്ലാമികമായ പ്രസക്തി കൂടി ചേർത്ത് പറയാൻ പറ്റുമോ? അതെ, തീർച്ചയായിട്ടും. നമുക്ക് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അവരെല്ലാം നമുക്ക് നല്ല സന്തോഷമുള്ള ആളുകളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അവർ നമുക്ക് സന്തോഷത്തോടെ മാത്രമേ അവർ ചിരിച്ചുകൊണ്ടേ നമ്മളോട് സംസാരിക്കുകയുള്ളൂ. ഉം. അതുപോലെ തന്നെ ഇപ്പം തൊഴിലില്ലായ്മ നോക്കിക്കഴിഞ്ഞാലും വളരെ കുറവാണ്. ആവശ്യത്തിന് പൈസ ഉണ്ട്, ഗവൺമെന്റ് സപ്പോർട്ടുണ്ട്, പിന്നെ ഹോസ്പിറ്റല്, അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ നമ്മൾ ശരിക്കും ഒരു ജാപ്പനീസ് കമ്മ്യൂണിറ്റി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഈ സൂയിസൈഡ് റേറ്റ് വളരെ കൂടുതലാണ്. പിന്നെ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത്, വിവാഹം വളരെ തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ജപ്പാനിൽ ജനസംഖ്യ വർധനം എന്ന് പറയുന്നത് വളരെ കുറവാണ്, വളരെ കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാണ്. അതിന്റെ ശരി. ശരിക്കും ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഒരു ഭീകരമായ അവസ്ഥ ഇന്ന് നമുക്ക് ജപ്പാനിൽ പോയാൽ കാണാൻ പറ്റും. അത് ശരി. അതായത് മില്യൺ കണക്കിന് വീടുകളാണ് അവിടെ ആളുകളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നത്, ശൂന്യമായി കിടക്കുന്നത്. ശൂന്യമായി അത് കിടക്കുന്നത്. ആളുകളില്ലാതെ ഒഴിഞ്ഞു കിടക്കുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും? ഒന്ന് താമസിക്കാനാണ്. താമസിക്കാനാളില്ലാതെ പോകും. താമസിക്കാൻ ആളില്ലാഞ്ഞിട്ടാണ്. അതായത് ഇപ്പോൾ അവിടുത്തെ ജനസംഖ്യ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1.2, അതായത് ഒരു ഫാമിലിക്ക് 1.2 1.3 അങ്ങനെ എന്തേ ഉള്ളൂ. അപ്പോൾ ഇപ്പൊ 2 പേരുള്ള ഒരു ഫാമിലിയിൽ അടുത്ത തലമുറ ഒരാളായിട്ട് കുറയുകയാണ്. ഉം, ഉം. അപ്പം 2 വീട്ടിൽ താമസിച്ചിരുന്ന ആളുകൾക്ക് പിന്നീട് ജീവിക്കാൻ ഒരു വീട് മതിയാവും. അതെ. ആ, ശരി. അത് 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 നമ്മളവിടെ നേരെ തിരിച്ചാണല്ലോ.
കൂട്ടുകുടുംബ വ്യവസ്ഥ ഇങ്ങനെ കൂടി വരുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് കുറച്ച് കാലങ്ങൾക്ക് മുമ്പേയൊക്കെ നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥ പിന്നെ നമ്മളവിടെ നിന്ന് പിരിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് മക്കൾ വീട് വെച്ച് പോകുന്ന അവസ്ഥയിൽ വരുന്നത്. ഇത് പക്ഷേ മക്കൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2 വീട്ടിൽ താമസിച്ചിരുന്ന ഒരാളുകൾക്ക് ഒരു വീട്ടിൻ്റെ അവസ്ഥ തന്നെ ഇല്ലാതെയായി. റേറ്റിങ്ങിൽ കുറവ് വന്നു. അപ്പോൾ ജനസംഖ്യയുടെ കുറവ് അത് അവരെ മൊത്തത്തിൽ അവരുടെ ഒരു ലൈഫിനെ തന്നെ ബാധിക്കുന്നുണ്ട് എന്നർത്ഥം അല്ലേ? അതെ, ശരിക്കും ബാധിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള നമ്മൾ യൂറോപ്യൻ കൺട്രീസിലും ഇത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അവിടെ മൈഗ്രേഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് അത് അങ്ങനെ വലുതായിട്ട് നമ്മൾ അറിയുന്നില്ല. അതല്ലെന്നുണ്ടെങ്കിൽ അത്ര ഒരു ഭീകരമായ അന്തരീക്ഷം ഇല്ല. പക്ഷെ ജപ്പാനിൽ അങ്ങനെ അല്ല, മൈഗ്രേഷൻ വളരെ കുറവാണ്. അപ്പൊ അത് ശരിക്കും നമുക്ക് അവിടെ അതിനെ മറികടക്കാനായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും യേശുന്നില്ല. 2035 എത്തുമെന്ന് പറഞ്ഞിരുന്ന ജനസംഖ്യയാണ് അവർക്ക് ഇപ്പോൾ ആയത്. അതായത് 10 വർഷത്തിന് മുമ്പേ തന്നെ അവരുടെ ജനസംഖ്യ അത്രയും കുറഞ്ഞിട്ടുണ്ട്, കുറഞ്ഞു പോയിട്ടുണ്ട് എന്നർത്ഥം. നമുക്ക് തോന്നുന്നത് അത് അല്ല, ആ ഒരു സാഹചര്യം വരുമ്പോഴേ ഇതൊരു ഇപ്പം ഒരു സാധാരണ കമ്മ്യൂണിറ്റി എന്നതിനപ്പുറം ഒഫീഷ്യൽ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ അവിടെ. നിങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരോ ആയിട്ടുള്ള ആളുകൾ, അവരിൽ ഇത് അതിൻ്റേതായിട്ടുള്ളൊരു നെഗറ്റീവ് പ്രതിഫലിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ടോ? അവരുടെ സംസാരത്തിലോ മറ്റോ ഒക്കെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ ആളുകളുടെ വളർച്ച ഇല്ലാത്ത അല്ലെങ്കിൽ മക്കളുടെ വളർച്ച ഇല്ലാത്ത അല്ലെങ്കിൽ മക്കളുടെ പെരുപ്പം ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും ഇനി അടുത്തൊരു തലമുറയെക്കുറിച്ചൊരു ആവലാതിയോ പേടിയോ അങ്ങനെ ഒരു ആശങ്കയോ ഒക്കെ ആശങ്കയായിട്ടല്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്, ഒരു നിസ്സഹായ അവസ്ഥയാണ്. കാരണം ഗവൺമെന്റ് ഇത് കുട്ടികളുണ്ടാകുന്നതിനും പ്രൊമോട്ട് ചെയ്യാനായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് 1 ഇയർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ലീവ് കൊടുക്കുന്നുണ്ട് വിത്ത് സാലറി. പിന്നെ അങ്ങനെ പല കാര്യങ്ങളും എല്ലാ ചെലവും ഫ്രീ ആണ്. കുട്ടി ഉണ്ടാകുന്നതിനുള്ള ചെലവ് കൂടുതലായിരുന്നു ഒരു സമയത്ത്. അപ്പം അത് കംപ്ലീറ്റ് ഇപ്പം ഗവൺമെന്റ് എടുക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും കുറയുന്നതല്ലാതെ ഇത് കൂടുന്നില്ല. അതായത് വിവാഹം, കുടുംബം എന്നുള്ളതൊക്കെ ഒരു വളരെ അതിനെക്കുറിച്ച് എങ്ങനെ പറയാം നമ്മൾ മനസ്സിലാക്കുക? അത് ശരിക്കും പറഞ്ഞാൽ ജപ്പാൻ എന്ന ഏഷ്യൻ കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ കുടുംബ ജീവിതത്തിനൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു സമൂഹം ആയിരുന്നു. അവരുടെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഈ സൗകര്യങ്ങളും എല്ലാം കൂടുമ്പോൾ, അതായത് എന്താണ് അവരുടെ ജീവിത ലക്ഷ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും പറയാനില്ല. ഒന്നുമില്ല. എന്തിനാണ് മക്കൾ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ആൻസർ ഇല്ല. അങ്ങനത്തെ ഒരു സമൂഹത്തിൽ അവർക്ക് മക്കളെക്കാൾ കൂടുതൽ അവർക്ക് കരിയറോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അന്നത്തെ ജീവിതമാണ് അവർക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് സംഭവിച്ചു പോയതാണ്. അതായത് കഴിഞ്ഞു പോയൊരു തലമുറയെ എല്ലാം മറന്ന് ജീവിച്ചതിൻ്റെ ഒരു അനന്തരഫലം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കണോ എന്നുള്ളതാണ് അതിൻ്റെ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം മക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആത്യന്തിക ലക്ഷ്യം മനസ്സിലാവില്ല. അതെ അതെ, അവിടെയാണ് നമ്മൾ ഇസ്ലാമികമായ ഒരു പ്രസക്തിയെക്കുറിച്ച് അടിവരയിട്ടത്. തീർച്ചയായിട്ടും, അതെ അതെ. നമുക്ക് തോന്നിപ്പോകുന്നൊരു സംഗതി, ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇസ്ലാം മാത്രമാണെന്നുള്ളൊരു അങ്ങനെ ഒരു തോന്നലാണ് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ, നമ്മളിത് അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പൊതുവെ ഈ സാഹിത്യത്തിലും ഒക്കെ ജപ്പാനീസ് സൃഷ്ടികൾ, രചനകളൊക്കെ ഇക്കിഗായ്, അതുപോലെ ഇച്ചിഗോ ഇച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളിലൊക്കെ മനുഷ്യന്റെ ഹാപ്പിനെസ്സിനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതലും സംസാരിക്കുന്നതും പുസ്തകങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷെ അതൊരു സൈഡാണത്. പക്ഷെ അതിനപ്പുറത്ത് ഇങ്ങനെ ഒരു തലവും കൂടെ ഉണ്ട് ജാപ്പനീസ് സമൂഹത്തിൽ. അത് ഇപ്പം ജാപ്പനീസ് സൂയിസൈഡ് റേറ്റ് നോക്കിയാലും പല കാര്യങ്ങളും നമ്മൾ ഈ കാണുന്ന, അതായത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വീടുകളിൽ പ്രായമായ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പം ഒരാൾ മരിച്ചു പോകും, അപ്പം ഒരാൾ മാത്രമേ വീട്ടിൽ ഒറ്റപ്പെട്ടു. അങ്ങനെ ഒറ്റപ്പെട്ടു പോയിട്ട് അവിടെ കിടന്ന് മരിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് സ്മെല്ല് വരുമ്പോൾ മാത്രമാണ് ആളുകൾ അറിയുന്നത്. അത് ഒരു സ്ഥിരം സംഭവമാണ്. നമ്മളൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, നമുക്ക് തന്നെ അനുഭവമുള്ള നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. അത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അത്രയ്ക്കും ഗുരുതരമാണ്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. അവർക്ക് സമ്പത്തുള്ളത് കൊണ്ട് മാത്രമാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. ജീവിത സാഹചര്യം അവരെ സംബന്ധിച്ച് സമ്പത്ത് പ്രശ്നമല്ല, മറിച്ച് ഞാൻ തോന്നുന്നു ഇപ്പോൾ നിങ്ങൾ ഈ ഹാപ്പിനെസ്സിനെ കുറിച്ചുള്ള പുസ്തകങ്ങളും കാര്യങ്ങളും വരാനുള്ള കാരണം തന്നെ മിക്കവാറും അതായിരിക്കും. അത് കിട്ടാത്തൊരു സമൂഹത്തിൽ നിന്നാണ് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രചനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിത്തീരുന്നത്, സാഹിത്യങ്ങളൊക്കെ. ശരിക്കും അവിടെ ബുദ്ധമതമല്ലേ ഏറ്റവും പ്രചാരത്തിലുള്ളത്? അവിടെ ബുദ്ധമതമുണ്ട്, ഷിൻഡോ എന്ന് പറയുന്നൊരു മതമുണ്ട്. അത് നമ്മുടെ ഏതാണ്ടൊരു ഹിന്ദുമതം പോലെയാണ്. പ്രകൃതി, അതായത് ഇപ്പൊ മൗണ്ടൻസ്, ട്രീസ്, അങ്ങനെയൊക്കെ അതിനെയൊക്കെ ദേവതയായിട്ടും ദേവനായിട്ടൊക്കെ കാണുന്ന ഒരു സങ്കല്പമുള്ളത്.
പക്ഷേ ഒരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ജനനം, അവരുടെ ഉത്സവങ്ങൾ, ഇതൊക്കെ ഷിൻഡോ എന്ന് പറയുന്ന മതത്തിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ കല്യാണം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ 1% ഉള്ളൂ അവിടെ. ശരി. പിന്നെ മരണം എന്ന് പറയുന്നത് എന്താണ്, ഈ ബുദ്ധിസ്റ്റ് രീതിയിലാണ്. ഇതൊരു മിക്സ് ആണ് അവിടെ ശരിക്കും പറഞ്ഞാല്. ഈ ഷിൻഡോ മരണം എന്ന് പറയുമ്പോൾ മരണത്തിന്റെ ചടങ്ങുകളൊക്കെ ചടങ്ങുകൾ, അതെ, മരണത്തിന്റെ ചടങ്ങുകളൊക്കെ വരുന്നത് അങ്ങനത്തെ ഒരു മിക്സഡ് കൾച്ചറാണ്. ശരിക്കും പറഞ്ഞാൽ മതം എന്ന് പറയുന്നൊരു വിശ്വാസമായിട്ടല്ല അവർ കാണുന്നത്, ഒരു കൾച്ചറായിട്ടാണ് കാണുന്നത്. അവര് ദൈവം ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ റിലീജിയൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവർക്ക് റിലീജിയൻ ഇല്ല, നോ റിലീജിയൻ. അതുപോലെ തന്നെ ദൈവത്തിലും വിശ്വാസമല്ല അവർക്ക്. ഇല്ല. ശരിക്കും ഇസ്ലാമിക പ്രബോധനം ആവശ്യമുള്ള മണ്ണാണ്. അതോടൊപ്പം അത് ശരിക്കും യേശുന്ന ഒരു പ്രകൃതം അവിടെ കാണുന്നുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും അവർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അവരെ ഫോഴ്സ് ചെയ്യുന്നതായിട്ട് അവർക്ക് തോന്നാൻ പാടില്ല. അവരെ നമ്മൾ പ്രബോധനം ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവർ കൂടുതൽ അങ്ങനെ ഒരു താല്പര്യം കാണിക്കാറില്ല. പക്ഷെ അതല്ലാതെ അവർ അറിയുകയാണെന്നുണ്ടെങ്കിൽ, ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഇസ്ലാം സ്വീകരിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ അനുഭവത്തിലൂടെ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കതൊരു പരിവർത്തനത്തിന്റെ ചിന്തയാവും. അതെ അതെ. അങ്ങനെ മുസ്ലിമായിട്ട് വന്നിട്ടുള്ള ജപ്പാനീസ് അങ്ങനെയുള്ള ആളുകളെ അവരെ ആരെങ്കിലും പരിചയമുണ്ടോ? അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മുസ്ലിമായി പിന്നെ സൗദിയിലൊക്കെ പോയി പഠിച്ച് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇസ്ലാമിക ദഅവ അവരുടെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് അവിടെ സ്വാഭാവികമായിട്ട് നടക്കാറുള്ളത്? നമ്മുടെ നാട്ടിലൊരു ഭാഗത്ത് ഒരു ജാപ്പനീസ് കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്. ഒരു ജാപ്പനീസ്, അതായത് അവിടെ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ജാപ്പനീസ് കമ്മ്യൂണിറ്റീസും ഉണ്ട്. പിന്നെ ഈ പുറത്തുനിന്ന് വരുന്ന വിദേശികളായിട്ടുള്ള ആളുകളുണ്ട്. വിദേശികളാണ് നമ്മൾ കൂടുതൽ. ജാപ്പനീസ് നേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാർ എണ്ണത്തിൽ വളരെ കുറവാണ്. പക്ഷെ അവർക്ക് വേണ്ടി അവരുടെ തന്നെ പള്ളികളും അതുപോലെ തന്നെ അവരുടെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയും അങ്ങനെ ദേവാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള സംഗതികളൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളുമായിട്ട് സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ബാക്കി പള്ളികളും ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളും വിദേശികളാണ് അവിടെ പ്രധാനമായിട്ടും ഉണ്ടാക്കിയിട്ടുള്ളത്. മാഷാ അല്ലാ. അപ്പം ജപ്പാൻ്റെ അത്തരം ഒരു കാര്യങ്ങളിലൂടെ നമ്മളിങ്ങനെ പോയപ്പോഴേ, ഇപ്പം നോമ്പാണ്, നോമ്പുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. കാരണം ഇവിടുത്തെ നോമ്പ്, തിരുവനന്തപുരത്തെ നോമ്പ്, മലപ്പുറത്തെ നോമ്പ്, അതുപോലെ തന്നെ കണ്ണൂരിലെയും കാസർഗോഡിലെയൊക്കെ നോമ്പ് അനുഭവങ്ങൾ കുറച്ചെങ്കിലും അനുഭവമുള്ള ഒരാളാണ് മുഹമ്മദ് ഷമീർ ഭായ്. അപ്പോൾ എന്തായാലും ഒരു 8 വർഷമായിട്ട് അവിടെ ജപ്പാനിലെ നോമ്പ് മനസ്സിലാക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് എന്താണ് അവിടുത്തെ നാട്ടിലെ നോമ്പിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് അവിടുത്തെ നോമ്പിൻ്റെ സാഹചര്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ താരതമ്യമോ? വലിയ വ്യത്യാസമില്ല. പക്ഷെ സമയത്തിന്റെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതായത് സമ്മറിൽ അവിടെ നോമ്പ് തുടങ്ങുന്നത് വളരെ നേരത്തെയാണ്. ഏകദേശം രാവിലെ 2:30 അവിടുത്തെ ഫജറിന്റെ ടൈം. പക്ഷേ സൂര്യാസ്തമയം ഏകദേശം നമ്മളതുപോലെ തന്നെ ഉണ്ട്, 7 മണിയൊക്കെ ആയിരിക്കും സമ്മറിൽ. പിന്നെ 17 മണിക്കൂർ കിട്ടുമോ? 17 മണിക്കൂർ, അതെ. പിന്നീട് വിന്ററിൽ വന്നിട്ട് ഡേ ടൈം കുറവാണ്. അപ്പോൾ ഒരു 4:30 ആവുമ്പോൾ മഗ്‌രിബാവും. അപ്പൊ രാവിലെ ഇപ്പോഴത്തെ ടൈം എന്ന് പറഞ്ഞാൽ 5:30 തുടങ്ങി, രാവിലെ 5:30 തുടങ്ങി ഒരു മഗ്‌രിബിന്റെ ടൈം എന്ന് പറയുന്നത് 5 മണിയാണ്. 5 മണി. ബാങ്ക് വിളിയൊക്കെ പുറത്തേക്ക് കേൾക്കോ? ബാങ്ക് വിളി പുറത്തേക്ക് കേൾക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ പൊതുവെ അങ്ങനെ ബാങ്ക് വിളി പുറത്തേക്ക് വെക്കാറില്ല. പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലുള്ള സ്ഥലത്ത് അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമാണോ? അങ്ങനെ വല്ല ഒരു ഏരിയ ഇല്ല, അങ്ങനെ ഇല്ല. മിങ്കിൾ അങ്ങനെ അധികം, ഞാൻ പറഞ്ഞില്ലേ, ഒരു അധികം പുറത്തുനിന്നുള്ള ആളുകൾ അധികം ഇല്ലാത്തൊരു സ്ഥലമാണ്. വിദേശികൾ വളരെ ശരിക്കും പറഞ്ഞാല് ദുബായിലുള്ള മലയാളികളിൽ ഉള്ള അത്രയും വിദേശികൾ പോലും ഇല്ല ജപ്പാൻ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അത്രയ്ക്കും കുറവാണ്. അവിടുത്തെ ഭക്ഷണ രീതികളെ കുറിച്ചൊക്കെ വേണമെങ്കിൽ ഒന്ന് പറയാം. നോമ്പിൻ്റെ സമയങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? അല്ലെങ്കിൽ ആയിട്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഏത് രൂപത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് കിട്ടാറുള്ളത് എന്നൊക്കെ? ഭക്ഷണം നമ്മുടെ സാധാരണ അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് കമ്മ്യൂണിറ്റി ആണ് കൂടുതലും. അപ്പോൾ അതുപോലുള്ള നാൻ, കറി, ബിരിയാണി അതുപോലുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലും ഉള്ളത്. പിന്നീട് ഞങ്ങൾ നോമ്പിന് ഈ പള്ളിയുടെ ചുറ്റുവട്ടത്തുമുള്ള ജാപ്പനീസുകാരെ ഞങ്ങൾ പള്ളിയിലേക്ക് ക്ഷണിച്ചിട്ട് ഒരു ഇഫ്താർ കൊടുക്കാറുണ്ട്.
അവർ ഫാമിലി ആയിട്ട് വന്ന് അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഫുഡൊക്കെ ശരിക്കും ജാപ്പനീസുകാർക്ക് നല്ല വളരെ താല്പര്യത്തോടുകൂടി അവർ കഴിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്ത്യൻ ഫുഡ് താല്പര്യമുണ്ട്. അതെ അതെ അതെ, അവരുടെ ഫുഡ് നമുക്ക് അത്ര പിടിക്കില്ല, പക്ഷെ നമ്മുടെ ഫുഡ് അവർക്ക് ശരിക്കും അപ്പോൾ അവരെ ഇഷ്ടപ്പെടാറുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നാട്ടിലേക്ക് വിളിക്കാം, പ്രത്യേകിച്ച് നോമ്പ് കാലത്ത്. അതെ അതെ. ഈ ചൈനീസ് ഫുഡും ജപ്പാനീസ് ഫുഡും തമ്മിൽ എങ്ങനെ ഒരു ബന്ധം എന്തെങ്കിലും ഉണ്ടോ? അല്ലല്ലോ, രണ്ടൊരു ഡിഫറെൻ്റ് അല്ലേ? രണ്ടും ഡിഫറെൻ്റ് ആണ്. ചൈനയിൽ നമ്മൾ ഈ കാണുന്ന പോലെ പല പല സാധനങ്ങളും കഴിക്കാറുണ്ട്, പക്ഷെ ജപ്പാനിൽ അങ്ങനെയില്ല. ജപ്പാനിൽ കൂടുതലും ഈ മീനും ഇറച്ചിയല്ല, മീനൊക്കെ പച്ചയ്ക്ക് കഴിക്കാറുണ്ട്, കുക്ക് ചെയ്യാതെ. സുഷി എന്ന് പറഞ്ഞിട്ട് ശരി. പച്ചയ്ക്ക്, അതെ അതെ, പച്ചയ്ക്ക് ഈ ചോറിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് കഴിക്കാറുണ്ട്. നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് ആണ്, കഴിച്ചു നോക്കിയിട്ടുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല, അത് കഴിക്കുമ്പോ നമുക്ക് തോന്നില്ല അത് കുക്ക് ചെയ്യാത്ത ഫിഷാന്ന് തോന്നാറില്ല. പക്ഷെ നമുക്ക് വിചാരിക്കാൻ പോലും തോന്നുന്നില്ല അങ്ങനെ കഴിക്കണം. ഈ ജപ്പാൻ കറൻസി ഉണ്ടല്ലോ യെൻ, ഇന്ത്യയുടെ എത്ര രൂപ ഉണ്ടാവും എന്നുള്ളത് ഹുസൈൻ വി എം എടുത്തനാട്ടുകാരെ ചോദിക്കുന്നുണ്ട്, എന്ന് അറിഞ്ഞിരിക്കാനാണ്. അത് 0.58 ആന്ന് പറഞ്ഞു. അത് കറൻസിയുടെ വാല്യൂ കുറവാണ്, മൂല്യം കുറവാണ്. ശരി. പകുതിയേ ഉള്ളൂ, ഇന്ത്യൻ രൂപയുടെ ഏകദേശം പകുതിയോളമേ വരുന്നുള്ളൂ ജാപ്പനീസ് കറൻസി. ഓക്കെ. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ഒറ്റ കാര്യം കൂടെ അവിടെ ചോദിച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വൈൻഡപ്പ് ചെയ്യുന്നതിലേക്ക് പോകാം. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പിന്നെ മതപഠനം എന്നുള്ളത് കൃത്യമായിട്ടും ക്രിയാത്മകമായിട്ട് നടന്നുകൊണ്ടുണ്ട്. അതിൻ്റെ ഒരു സിലബസ് വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇനിയിപ്പോൾ ഇന്ത്യയുടെ മൊത്തം സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിലൊക്കെ മദ്രസ സംവിധാനം വളരെ പരിപക്വമായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ പിന്നെ ജപ്പാൻ ജനതക്കോ അതല്ലെങ്കിൽ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പുറത്തുനിന്നുള്ള ഒരു ടീം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മതപഠനം, മദ്രസ സംവിധാനം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന വല്ല സംവിധാനം അവിടെ ഉണ്ടോ? നമ്മുടെ ഇവിടെ പോയിട്ടൊരു വ്യവസ്ഥാപിതമായ ഒരു സംവിധാനം, മദ്രസ സംവിധാനം എന്ന രൂപത്തിൽ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അങ്ങനെ കാണുന്നില്ല. പള്ളികളിലുള്ള ഇമാമിന്റെ അടുത്ത് കുട്ടികൾ പോയി പഠിക്കുന്നു എന്നല്ലാതെ ഒരു വ്യവസ്ഥാപിതമായ ഒരു പഠനം പൊതുവെ അവിടെ കാണുന്നില്ല. അത് ഈ നോർത്ത് ഇന്ത്യയിലുള്ള, ഇത് കേരളം വിട്ടാലും നമ്മൾക്കത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ബുദ്ധിമുട്ടാണ് നമ്മുടെ ഒരു സിസ്റ്റം സത്യം പറഞ്ഞാല്. പക്ഷേ ഇസ്ലാമിക് സ്കൂളുകൾ ഇപ്പം വരുന്നുണ്ട്. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഏകദേശം ടോക്കിയോയുടെ പരിസരത്തും തന്നെ ഏകദേശം ഒരു 4ഓളം സ്കൂളുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ സ്കൂളിലെ സബ്ജക്റ്റുകൾ കൂടാതെ ഇസ്ലാമിക് സബ്ജക്റ്റുകളും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അത് നല്ല രൂപത്തിൽ ഇപ്പം ആളുകൾ കൂടുതലും അതിലേക്കാണ് താല്പര്യപ്പെടുന്നത്, കുട്ടികളെ. മുൻകൈ എടുക്കുന്നത് അവിടുത്തെ ടീം തന്നെയാണോ അതോ? അതെ അതെ, അവിടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പം ജപ്പാൻ ഇസ്ലാമിക് ട്രസ്റ്റ് പോലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരുടെ കീഴിലാണ് ഈ സ്കൂളുകളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. മനാഫ് KV പാലക്കാഴി, ഇത് ഷമീർ ഭായ്, ഇതിപ്പോൾ നമുക്കെന്താ പറയുക, നമ്മൾ ചോദിക്കുന്നതിനപ്പുറം നമ്മുടെ ശ്രോതാക്കളും ഇത് ചിലതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കാണെങ്കിൽ ടൈം നിർത്താനുള്ള ഏകദേശ ടൈം നമുക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇത് ജപ്പാനിലെ വിശേഷങ്ങൾ കേട്ടു. ഞാൻ കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞു, പിന്നെ ഈ റംസാൻ അക്രോസ് ദി വേൾഡ് ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആവേശം നമുക്ക് തന്നെ കേട്ടിരിക്കാൻ തോന്നുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ മനാഫ് KV പാലക്കാട് ചോദിച്ചിരിക്കുന്നത്, പുള്ളി ഒരു ടാപ്പിംഗുകാരനാണ്, റബ്ബറുണ്ടോ അവിടെ റബ്ബറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് റബ്ബർ കണ്ടിട്ടില്ല പുള്ളി, പിന്നെ എങ്ങനെ? ഇതുവരെയും കണ്ടിട്ടില്ല അവിടെ റബ്ബറിന്റെ. ആദിഫ് ചുങ്കം ചോദിച്ചത് ഹിരോഷിമ നാഗസാക്കി ഒക്കെ അവിടെയല്ലേ, അവിടെ പോയിട്ടുണ്ടോ എന്നുള്ള സംശയമായിരിക്കാം. അതെ, അവിടെ തന്നെയാണ്. പക്ഷെ ഞാൻ ഇതുവരെയും പോയിട്ടില്ല, അവിടെ കുറച്ച് ദൂരെയാണ്, ടോക്കിയോനേക്കാളും കുറച്ച്. ഇവിടെ നിന്ന് വരുന്നവര്, ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർ കൂടുതലും പോകുന്നൊരു സ്ഥലങ്ങളാണ് ഹിരോഷിമ നാഗസാക്കി. ജപ്പാൻ എന്ന് പറയുമ്പോഴേ ആദ്യം മനസ്സിൽ ഓടി വരുന്ന ഒരു സ്ഥലമാണ് ഈ. അതെ. ഈ പബ്ലിക് പ്രോഗ്രാമുകളൊക്കെ നമ്മുടെ നാട്ടിലുള്ളത് പോലെ ഉണ്ടാവാറുണ്ടോ, അതല്ല എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്നുള്ള ജൽവ ചോദിക്കുന്നുണ്ട്. പബ്ലിക് പ്രോഗ്രാംസ് നമ്മുടെ ഓഡിറ്റോറിയങ്ങളിലൊക്കെയാണ് കൂടുതലും പബ്ലിക് പ്രോഗ്രാംസ് നടക്കാറ്. പുറത്തേക്ക് അങ്ങനെ പ്രോഗ്രാമും ബഹളങ്ങളും സമരങ്ങളും പരിപാടികളും ഒന്നും ഉണ്ടാവില്ല. അയ്യോ, സമരങ്ങളൊക്കെ ഉണ്ട് അവിടെ. നമ്മുടെ ഇവിടെ ശരിക്കും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊട്ടസ്റ്റുകളൊക്കെ ആയിരുന്നു. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മുസ്ലിങ്ങളിലേക്കാൾ കൂടുതൽ ജാപ്പനീസുകാരാണ് അതിനകത്ത് പങ്കെടുത്തതും. അവരുടെ സംഘടനകൾ മാത്രമായിട്ട് വലിയൊരു പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തിയ ഒരു സ്ഥലമാണ് ജപ്പാൻ. ശരി. ഗവൺമെന്റിനെതിരെ, നിലവിലുള്ള ഭരണകൂടത്തിനെതിരെ അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊന്നും ഉണ്ടാവില്ല അല്ലേ അവിടെ? ഒരു നിലവിലുള്ള അത് ഉണ്ടാവാറുണ്ട്. അവിടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പം അതിനെതിരെ സ്ട്രൈക്കുകളും സമരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ സ്ട്രൈക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലൈനാണ്, ഒറ്റ ലൈനാണ്. ഇങ്ങനെ പ്രൊട്ടസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ.
അത് വേറെ ഒന്നിനും എന്താണ് ബുദ്ധിമുട്ടുണ്ടാവാത്ത രൂപത്തിലുള്ള ആ, പൊതുജനങ്ങൾക്ക് വാഹനങ്ങൾക്കൊന്നും പ്രയാസം ഉണ്ടാവില്ല. ഇല്ല 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 അങ്ങനെ സമരം ഉണ്ടാവുന്ന സമരം സമരത്തിൻ്റെ വഴി, ജനങ്ങൾ ജനത്തിൻ്റെ വഴി. അതെ 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 ഓക്കെ, മാഷാ അല്ലാ. ഏതായാലും കേട്ടിരിക്കാൻ ഒരുപാട് കൗതുകങ്ങളുള്ള വിശേഷങ്ങളാണ് സമീർ ഭായിയായിട്ട് നമ്മൾ അറിഞ്ഞും പറഞ്ഞും കൊണ്ടിരിക്കുന്നത്. ശ്രോതാക്കൾ മാഷാ അല്ലാ, നമ്മുടെ സമയം നമുക്കിവിടെ അവസാനിക്കാൻ പോവാണ്. ഇനിയിപ്പോൾ തിരിച്ചു പോക്ക് ഏതായാലും നോമ്പ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ അല്ലേ? അതെ നോമ്പ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഇൻഷാ അല്ലാ. പിന്നെ ഈ ഒരു വിശേഷങ്ങൾ ഇനിയും ഒരുപാട് സമയങ്ങൾ അല്ലെങ്കിൽ സമയം നമുക്ക് വേണ്ടിയിട്ട് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പറയണമെന്ന് ഇവിടെ ഡെസ്കിലിരിക്കുന്ന നമുക്ക് ഉണ്ട്. പക്ഷേ നമ്മുടെ അടുത്ത പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂൾ ടൈം മറികടക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതത്ര ഭൂഷണമല്ല, ശരിയല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് മറ്റൊരു ദിവസം ജപ്പാനിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നീട് നമുക്ക് കണ്ടുമുട്ടാം. ഏതായാലും സമീർ ഭായി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നത് വളരെ സന്തോഷം തോന്നുന്നു. കാര്യം എനിക്ക് തോന്നുന്നു നമ്മൾ നേരിട്ട് കണ്ടിട്ട് കുറേ ആയി. അല്ലേ ഒരുപാട് കാണാൻ ഒരുപാട് ആഗ്രഹിച്ച വ്യക്തി എന്ന നിലയിൽ പണ്ടത്തെ ആ പഴയ സൗഹൃദവും ചങ്ങാത്തവും സ്നേഹവും ഒക്കെ ഒന്നും നിലനിൽക്കട്ടെ എന്നുകൂടെ ഈ ഒരു സമയത്ത് ആശംസിക്കുന്നു. ഇൻഷാ അല്ലാ വന്നതിലും സംസാരിച്ചതിലും ഒരുപാട് സന്തോഷം. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടിയും ഈ ഒരു സന്തോഷം പങ്കുവെക്കുകയാണ്. ഇൻഷാ അല്ലാ എല്ലാം നല്ലതായിരിക്കട്ടെ. കുടുംബത്തോടും എല്ലാവരോടും സലാം പറയാം, അസ്സലാമു അലൈക്കും പറയണം ഇൻഷാ അല്ലാ. പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെയുള്ള സമയങ്ങളിൽ ബന്ധപ്പെടാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പീസ് റേഡിയോ മറ്റൊരു ഷെഡ്യൂളിലെ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നു. എന്തായാലും നമുക്ക് സമീർ ഭായിയുടെ സലാം പറയാം അല്ലേ? ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം.